കടുത്ത പ്രതിസന്ധി നേരിടുന്ന FACTയിൽ CMDയുടെ ബംഗ്ലാവ് നവീകരണത്തിന് കോടികളുടെ ധൂർത്ത്. 800 കോടി രൂപ നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് 1 കോടി രൂപയ്ക്ക് മുകളിൽ പണം ചെലവഴിച്ച് CMDയുടെ ഔദ്യോഗിക വസതിയും ഓഫീസും മോടി പിടിപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ഇത്തരം ധൂർത്ത് അനുവദിക്കാനാവില്ലെന്ന ഫിനാൻസ് ഡയറക്ടറുടെ നിലപാട് മറികടന്നാണ് കോടിക്കണക്കിന് രൂപ നവീകരണത്തിനായി അനുവദിച്ചത്. രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. 880 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ്, അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയ വകയിൽ കൊടുത്തു തീർക്കാനുള്ള കടം 800 കോടി രൂപ. FACTയുടെ നിലവിലെ അവസ്ഥ ഇതാണ്. പ്രതിവർഷം കനത്ത നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ രക്ഷപ്പെടുത്താൻ ചില കടുത്ത തീരുമാനങ്ങളും FACT കൈക്കൊണ്ടു. 2800 സ്ഥിരം ജീവനക്കാരും 1500 കരാർ ജീവനക്കാരും അടക്കമുള്ള തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെല്ലാം മരവിപ്പിച്ച അവസ്ഥയിലാണ്. പ്രൊവിഡന്റ് ഫണ്ട് തൊഴിലുടമ വിഹിതം 12% നിന്നും 10% കുറച്ചു. എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങളൊന്നും തനിക്ക് ബാധകമല്ലെന്ന നിലപാടിലാണ് FACT ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജയവീർ ശ്രീവാസ്തവ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ CMD ഔദ്യോഗിക വസതിയും ഓഫീസും നവീകരിക്കാൻ ചിലവാക്കിയ തുക 1 കോടിയോളം രൂപയാണ്. ഓഫീസ് നവീകരണത്തിനായി 29,56,000 രൂപ ചിലവഴിച്ചപ്പോൾ ഔദ്യോഗിക വസതിക്കായി ചിലവാക്കിയത് 64,63,000 രൂപയാണ്. വീട്ടിലെ മരാമത്ത് പണികൾക്കായി 49,56,000 രൂപയും വൈദ്യുതീകരണത്തിനായി 4,82,000 രൂപയും ചിലവിട്ടപ്പോൾ വീട് പെയിന്റ് അടിക്കാൻ ചിലവാക്കിയത് 9,40,000 രൂപയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത്തരം ആവശ്യങ്ങൾക്ക് തുക അനുവദിക്കാനാവില്ലെന്ന് ഫിനാൻസ് ഡയറക്ടർ P. മുത്തുസ്വാമി ഫയലിൽ കുറിപ്പെഴുതിയിരുന്നു. ഇതിനെയും മറികടന്നായിരുന്നു CMDയുടെ ധൂർത്ത്. FACT കണക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ തുക CMDയുടെ വീട് മോടി പിടിപ്പിക്കുവാനായി ചിലവാക്കിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഗൃഹോപകരണങ്ങൾ, കർട്ടണുകൾ തുടങ്ങി വീടിനുള്ളിലേക്ക് വാങ്ങിയവയുടെ കണക്കുകൾ വിവരാവകാശ നിയമപ്രകാരം പോലും നൽകാനാവില്ലെന്ന നിലപാടിലാണ് FACT. LNG വാങ്ങാൻ പണമില്ലാത്തതിനെ തുടർന്ന് അമോണിയ പ്ലാന്റ് അടക്കമുള്ളവ അടച്ചുപൂട്ടിയ FACTയിലാണ് CMDയുടെ ധൂർത്തിനായി കോടികൾ ചിലവിടുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.